ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. 130 പോയിന്റ് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഡൗൺ സൈഡിലേക്ക് ഫോൾ ആയിട്ടുള്ളൂ. നിഫ്റ്റി ആണെങ്കിൽ 34 പോയിന്റിൻ്റെ ഗെയിൻ. ചെറിയ അളവിൽ ആണെങ്കിൽ കൂടി നിഫ്റ്റി മുന്നോട്ട് പോവുകയാണ്. തുടർച്ചയായി നിഫ്റ്റി മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. FIs കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സാണ്. FIസിൻ്റെ ബൈങ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതിതീവ്രമായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടാകുന്നില്ല എന്നുള്ളതും, കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് FIs തിരികെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ IT കമ്പനിയാണ്. ഇത്തവണ IT സെക്ടറിലേക്കായിരിക്കണം FIസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഹ്യൂജ് പമ്പ് ചെയ്യുന്നത്. കാരണം ഇന്ന് നിഫ്റ്റി 50ൽ ടോപ്പ് ഗെയിനേഴ്സിൽ 4 കമ്പനീസും IT കമ്പനീസ് തന്നെ ആണെന്നുള്ളതാണ്. കൂടാതെ രാവിലെ നമ്മൾ കണ്ടിരുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ഏറെക്കുറെ. അതുപോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് നടത്തി. ബിറ്റ്കോയിൻ എന്നാൽ 60,000 താഴെ പോയിട്ടുണ്ടായിരുന്നു. $3,000 ഇടിഞ്ഞിരുന്നു. എന്നാൽ 1000 പോയിന്റ് ബിറ്റ്കോയിൻ റിക്കവറി നടത്തി. ഗോൾഡ് $2,527 വരെ പോയിരുന്നു. $25 പെർ ഔൺസിന് ഗോൾഡും ഇടിഞ്ഞു. അതാണ് മാർക്കറ്റിലുള്ളൊരു വൺ ലൈൻ. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. എക്സ്പയറി എന്താണെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എക്സ്പയറി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ കാലഹരണപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതായത് നിഫ്റ്റിയിലെ ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യാറുണ്ട്. നിഫ്റ്റി മുന്നോട്ട് പോയേക്കാം അല്ലെങ്കിൽ നിഫ്റ്റി ഇടിഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പം നിങ്ങൾ ഇക്വിറ്റിയിലെല്ലാം തന്നെ ഇൻട്രാഡേ ബൈയും അല്ലെങ്കിൽ ഇൻട്രാഡേ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രാഡേയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഓപ്ഷൻ. ഇൻട്രാഡേയിൽ ഒരു ദിവസമാണ് സമയം പരിധിയെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒരാഴ്ച മുതൽ 1 മാസം, 2 മാസം, 3 മാസം വരെയുള്ള കോൺട്രാക്റ്റുകൾ ചൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻഡെക്സ് ആണുള്ളത്, NSEയിലും BSEയിലായിട്ട് നമുക്കറിയാം. നിഫ്റ്റി, ബാങ്ക് എക്സ്, അങ്ങനെ ഒരുപാട് ഇൻഡെക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനികളുടെ സൂചികയാണ്. നിഫ്റ്റി എന്ന് പറയുന്നത് NSEയിലുള്ള മാർക്കറ്റ് ക്യാപിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ 50 കമ്പനികളുടെ സൂചികയാണ്. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ അങ്ങനെയുള്ള എക്സ്പയറി ആവുന്ന നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 25,052 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 25,100 കൂടാതെ തന്നെ 25,200 എല്ലാം തന്നെ കടന്നു പോകില്ല എന്നുള്ള രീതിയിൽ ആളുകൾ കോൺട്രാക്ട് റൈറ്റ് ചെയ്തേക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ 25,400 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ളത്. പുട്ട് സൈഡിൽ 24,900 ആസ് ഓഫ് നൗ ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടു. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ പരിചയപ്പെടാം. ഇന്ന് നിഫ്റ്റിയിലെ IT കമ്പനീസാണ്. L&T മൈൻട്രി 6%, വിപ്രോ 4%, ഡ്യൂസിലാബ് 2.5%, എയർടെലും ഇൻഫോസിസും എല്ലാം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ IT കമ്പനീസാണ് ഇന്ന് മൊത്തത്തിൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് നിഫ്റ്റിയിൽ നിന്ന് നടന്നിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് നടന്നിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ജെറോം പവലിൻ്റെ ആ ഒരു പ്രസ്താവന ആണ് ഗ്ലോബൽ മാർക്കറ്റിനുടനീളം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകിയിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ട്രെൻഡ് എല്ലാം തന്നെ 6% ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി അക്യൂർ ചെയ്തുകൊണ്ട് ഇന്ന് ട്രെൻഡ് ഇപ്പോൾ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ഹൈ ആണ്. ടാറ്റ LXE കമ്പനി ഇന്നലെ നല്ലൊരു റാലി ഉണ്ടായി. അതിനുശേഷം ഒരു സെൽ റെക്കമെൻഡേഷൻ കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 8% ഫോൾ ഇന്ന് ടാറ്റ LXE ഉണ്ടായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ടാറ്റ LXE കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 26% അപ്സൈഡ് പോയതായിരുന്നു. കൂടാതെ ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെ കേസ് നമ്മൾ കണ്ടു. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്നും വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ ഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റ് നമ്പറിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും എല്ലാം തന്നെ എടുക്കാൻ സാധിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം അഹ്ലുവാലിയ കോൺട്രാക്റ്റാണ്. 350 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ഛത്തീസ്ഗഡിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഓറിയൻറ്റ് ടെക്നോളജീസ് കമ്പനി ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. 41% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. JBM ഓട്ടോ കമ്പനി 200 ഇലക്ട്രിക്കൽ ബസ്സുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. JBM ഓട്ടോ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. NBCC കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഓഗസ്റ്റ് 31 ഇവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബോർഡ് മീറ്റിങ്ങിൽ
ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണാണ് NBCC റാലി രേഖപ്പെടുത്തിയത്. സൈഡ് എഫ് ലൈസൻസ് കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ടാറ്റ ടെക്നോളജി കമ്പനി TPR റൈസ് എന്ന് പറയുന്നൊരു റേറ്റിംഗ് ഏജൻസീസ് ഏകദേശം 3% സ്റ്റേക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. L&T മൈൻട്രി കമ്പനി 7 മന്ത് ഹൈയിലാണ് ഉള്ളത്. കൊട്ടാക് സെക്യൂരിറ്റീസ് അപ്ഗ്രേഡ് ചെയ്തു. GRC ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ റവന്യൂ ടാർഗറ്റെല്ലാം തന്നെ 10,000 കോടി രൂപ ഉണ്ട് എന്ന് മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും കൊച്ചിൻ ഷിപ്പ് യാർഡും ശക്തമായ റാലി രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഉള്ളത്. ഒരു സ്റ്റോക്കും സ്ഥിരമായിട്ടങ്ങ് റാലി രേഖപ്പെടുത്തി പോവില്ലല്ലോ, അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. പിന്നീടും ഒരു ഫർദർ റാലിയോ അതല്ലെങ്കിൽ അടുത്ത ഒരു ഡിമാൻഡ് സപ്ലൈ സോണിനനുസരിച്ച് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതായത് കുറച്ച് നാൾ വരെ എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ടൊരു സ്റ്റോക്കായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡും GRCയും. വാങ്ങിച്ചവരെല്ലാം തന്നെ പ്രോഫിറ്റിൽ തന്നെ മുകളിലേക്ക് പോയി. പക്ഷേ ഇതിനൊരു ഡിക്ലൈനിങ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ, എല്ലാ ബിസിനസ്സിനും അതുപോലെ തന്നെയാണ് ഒരു ഡിക്ലൈനിങ് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, അല്ലാതെ കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റലിലൊന്നും തന്നെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ആസ് ഓഫ് നൗ. ഇനി ക്യാബിനറ്റിൽ എക്കണോമിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ക്യാബിനറ്റ് ഏകദേശം 12 പുതിയ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം ഡയറക്റ്റ് ജോബുകൾ ഉണ്ടാവും. ഐഡിയനെ സംബന്ധിച്ചുള്ളൊരു പ്രധാന ന്യൂസ് ഉള്ളത്, ഇന്ന് ഐഡിയ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ 700 കോടി രൂപ ഈ ഒരു GST ഡ്യൂ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് ടെലകോം മന്ത്രാലയത്തിന് ഇവർ പേയ്മെൻറ്റ് നടത്തി എന്നുള്ള ന്യൂസാണ്. വരുൺ ബിവറേജസ് കമ്പനി ഹ്യൂബാൻ എനർജിയിൽ ഏകദേശം 10% ഒരു നിക്ഷേപം നടത്തി. വൈശാലി ഫാർമ കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 5:1 റേഷ്യോയിൽ. കൂടാതെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1 റേഷ്യോയിൽ. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോത്തിലാൽ ഒസാൽ ഫിനാൻസ് കമ്പനി 1 ട്രില്യൺ റുപ്പീസ് ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇവർ ഗെയിൻ ചെയ്തു. HPCL കമ്പനി 292 കോടി രൂപയുടെ ഫണ്ട് ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ടൈറ്റാൻ തനിഷ്ക് എന്ന് പറയുന്ന ടൈറ്റാൻ്റെ ജ്വല്ലറീസ് സെഗ്മെൻറ്റിലുള്ളൊരു ഒരു ബ്രാൻഡാണ്. തനിഷ്കിൻ്റെ വാച്ചുകളും അല്ലെങ്കിൽ ആഭരണങ്ങളും എല്ലാം തന്നെ തനിഷ്കിന് സെപ്പറേറ്റ് ആയിട്ട് ഷോറൂംസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടിരിക്കും. ഇത് ടൈറ്റാൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇവർ ഇന്ത്യയിലെ ഡയമണ്ട് ബിസിനസ് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബീഴ്സ് ഫോർജ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഗെയിൻ കമ്പനി എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ അഗോഡ എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിരിക്കും, അഗോഡ എന്ന് പറയുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് റൈറ്റ് ഗെയിൻ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ജെറോം പൗവൽ ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവും. സെപ്റ്റംബറിലാണ് അവരുടെ മീറ്റിംഗ്. പക്ഷേ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി പോകുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ബേസ് പോയിൻ്റാണ് കട്ട് ചെയ്യുന്നത്, ഇനിയിപ്പോൾ അടുത്ത അതാണ്. അത് 25 ബേസ് പോയിൻ്റ് ആണോ 50 ബേസ് പോയിൻ്റ് ആണോ? അതുമാത്രമല്ല, എന്നാണ് കട്ട്? റേറ്റ് കട്ട് ഉള്ളത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ റിലയൻസിൻ്റെ AGM ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് റിലയൻസിൻ്റെ AGM ആണ്. പക്ഷേ എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റ്, എസ്പെഷ്യലി IT കമ്പനീസ് എല്ലാം തന്നെ ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പോൾ IT കമ്പനീസ് എന്തുകൊണ്ട് ഇത്രയധികം നേട്ടം കൈവരിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രധാനമായിട്ടും ഓർഡേഴ്സ് ഇന്ത്യൻ IT കമ്പനീസിന് പ്രധാനമായിട്ടും ഓർഡർ എവിടെ നിന്നാണ് വരുന്നത്? വിദേശത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ US നിന്നൊരു ക്രൈസിസ് സിനാരിയോ ഒക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യൻ IT കമ്പനീസിന് ഓർഡർ കിട്ടായിക വന്നിരുന്നു. അതുകൊണ്ടാണ് ഈവൻ നമുക്കറിയാം TCS എല്ലാം തന്നെ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചത് 4,000 രൂപക്കായിരുന്നു. ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം 8 മാസത്തോളം സ്റ്റോക്ക് 4,000-ൽ താഴെയാണ് ട്രേഡ് രേഖപ്പെടുത്തിയിരുന്നത്. വിപ്രോ ഉൾപ്പെടെ 700 രൂപക്ക് ട്രേഡ് ചെയ്ത വിപ്രോയാണ്. അത് ഏകദേശം ഇടിഞ്ഞ് 350 വരെ പോയിരുന്നു. 350-ൽ നിന്ന് 540 വരെ കയറിയിരുന്ന വിപ്രോയായിരുന്നു. വീണ്ടും തിരികെ അത് 380 വരെ പോയിരുന്നു. ഇതിനെല്ലാം കാരണം US നിന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു റേറ്റ് കട്ട് ഇനിയിപ്പോൾ എത്ര % റേറ്റ് കട്ട് ഉണ്ടാവുക? 50 നേരെ സൂചിപ്പിച്ച പോലെ തന്നെ എത്ര ബേസ് പോയിൻ്റ് ആണ് ഇത്? ആ ഒരു സമയത്ത് ഇനി അത് അത്ര വലിയൊരു വെല്ലുവിളിയായിട്ട് വരും. കാരണം റേറ്റ് കട്ട് ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഓൾറെഡി തന്നെ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സമയത്ത് വിപണി പ്രതീക്ഷിച്ച റേറ്റ് കട്ട് ഉണ്ടായില്ലെങ്കിൽ ആ സമയത്ത് അത് നെഗറ്റീവായി ആകാനാണ് സാധ്യതകൾ. ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് മാർക്കറ്റിന് കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യം എക്സ്പെക്റ്റഡ് ആണെങ്കിൽ കിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് മാർക്കറ്റ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ്
സാധാരണക്കാരായ ആളുകൾക്ക് ഈ മാർക്കറ്റിലുണ്ടാകുന്ന ഒരു റാലിയോ ഫോളോ ഒന്നും തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വാങ്ങിച്ച് ചെയ്യേണ്ടത് ഒരു ആവശ്യകത ട്രേഡിങ്ങിലുണ്ട് എന്നുള്ളതാണ്. എനിവേ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7:00 പ്രീമിയറൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.